ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം റിപ്പോർട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. നമാമി ദാനപ്രിയമിഷ്ടദേവം നമാമി സോമേശ്വരം സ്വതന്ത്രം ഉമാപതിം തം വിജയം നമാമി നമാമി വിഘ്നേശ്വരനന്ദിനാഥം. ജമ്മുനി എന്നാണ്, ആര്യനാട് നിന്നാണ് വരുന്നത്. എനിക്ക് ഞാൻ വന്നത് എൻ്റെ മക്കളുടെ കാര്യത്തിനാണ്. 2 ആൺമക്കളാണ്. ഒരാളിന് 31 വയസ്സും ഒരാളിന് 23 വയസ്സുമായി. പക്ഷേ വീട്ടിലൊരു സഹകരണമോ മനോഭാവമോ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമുട്ടങ്ങൾ. അങ്ങനെ 2 വർഷത്തോളം പിണങ്ങിയിരുന്നു, മൂത്ത മോനും ഇളയ മോനും കൂടെ. എനിക്ക് അത് മാത്രം മതിയായിരുന്നു, ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്നുള്ളത്. അത് ഒന്നിച്ചു. ഇവിടെ പ്രദോഷം കഴിഞ്ഞു വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം 2 പേരും നല്ല രീതിയിൽ ഒരുമിച്ച് ഐക്യതയായിട്ട് പോവാൻ ഉള്ള ഒരു അവസരം ഭഗവാൻ ഒരുക്കി തന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ ആറന്മുളയിൽ നിന്ന് വരിക. ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രദോഷം. എനിക്ക് നേരത്തെ 2024 ബ്ലാഡർ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 വർഷവും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ മാർച്ച് 5-ാം തീയതി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ ബ്ലാഡറിനകത്ത് വീണ്ടും ക്യാൻസർ വീണ്ടും വരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഭഗവാനോടെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പ്രദോഷം കൂടി. അതിനിടയ്ക്ക് എനിക്ക് ഓപ്പറേഷൻ നടത്തി. ബയോപ്സിയുടെ റിപ്പോർട്ട് 16-ാം തീയതി വന്നു. ഈ ഏപ്രിൽ 16. അപ്പോൾ ക്യാൻസർ ഇല്ല, എൻ്റെ ബ്ലാഡറിനകത്ത് ക്യാൻസർ ഇല്ല എന്ന് തെളിയുകയും ചെയ്തു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം റിപ്പോർട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് പ്രദോഷമാണ്. എല്ലാ മലയാള മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ പ്രദോഷമാണ് നമ്മൾ ഇടമലക്കാവിന്റെ പുണ്യഭൂമിയിൽ ആചരിച്ചു പോരുന്നത്. പ്രദോഷമെന്നാണല്ലേ. ദോഷമെന്ന് വെച്ചാൽ ദുഃഖം എന്നാണ് അർത്ഥം. എല്ലാ ദോഷത്തെയും ഉന്മൂലനം ചെയ്യുന്നതെന്തോ അതാണ് പ്രദോഷം. എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്ന സന്ധ്യ അത്രേ പ്രദോഷ സന്ധ്യ. പ്രദോഷത്തിന്റെ മഹാത്മ്യം ശിവപുരാണത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം പ്രദോഷിതം വ്രതം. അതായത് മനുഷ്യജീവിതത്തിൽ അലയടിക്കുന്ന സമസ്ത ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന സന്ധ്യയാണ് പ്രദോഷ സന്ധ്യ. ഭഗവാൻ കൈലാസത്തിൽ നടരാജനായി താണ്ഡവമാടുന്ന സമയമാണ് പ്രദോഷ സമയം. ആദ്യയോ അന്ത്യയോ ഇല്ലാത്തവനാണ് ഭഗവാൻ. നാശരഹിതൻ, സർവജ്ഞൻ. ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവാണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്. ഒരു മാസം 2 പ്രദോഷമുണ്ട്. എല്ലാ വെളുത്ത പക്ഷത്തിലും എല്ലാ കറുത്ത പക്ഷത്തിലും. എല്ലാ വെളുത്തവാവും കറുത്തവാവും കഴിഞ്ഞു വരുന്ന 13ാമത്തെ ദിവസം ത്രയോദശി തിഥിയ. ഈ തിഥിക്ക് ഏറ്റവും കൂടുതൽ ബലം അസ്തമയ സമയത്താണ്. അതായത് അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പും 1.5 മണിക്കൂറിന് ശേഷവും ഈ ത്രയോദശി തിഥിക്ക് വളരെ പവർ കൂടുതലായിരിക്കും. ഭഗവാൻ പാർവതി സമേതനായി ഏറ്റവും പ്രസന്നനായിരിക്കുന്ന സന്ധ്യ അത്രേ പ്രദോഷ സന്ധ്യ. അപ്പോ പ്രദോഷ പൂജ ചെയ്താല്, പ്രദോഷം കണ്ടു തൊഴുതാൽ കിട്ടുന്ന ഗുണം സർവ്വദേവതാ പ്രീതിക്ക് മാത്രീഭവിക്കുവാൻ പ്രദോഷം കൊണ്ട് സാധിക്കും. അപ്പോ പാർവതി സമേതനായ മഹാദേവന്റെയും 33 കോടി ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ കഴിയുന്ന വ്രതം പ്രദോഷം മാത്രമാണ്. ശിവരാത്രി നോറ്റാൽ മഹാദേവന്റെ അനുഗ്രഹങ്ങൾക്ക് മാത്രമേ പാത്രീഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഷഷ്ടി നോറ്റാൽ സ്കന്ദന്റെയും, ഏകാദശി നോറ്റാൽ ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹങ്ങൾക്ക് മാത്രമേ പാത്രീഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർവ്വദേവതാപ്രീതിക്ക് പാത്രീഭവിക്കുവാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠവും പറയുന്നുണ്ട് ശിവപുരാണത്തില്. ജന്മജന്മാന്തരങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ദുരിതങ്ങളെ പോലും കഴുകിക്കളയുന്നത്ര ശ്രേഷ്ഠമാണ് പ്രദോഷമെന്ന്. എങ്ങനെയാണോ കൊട്ടാരക്കര ഗണപതി ഉണ്ണിയപ്പം കൊണ്ട് പേര് കേട്ടത്, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി പാൽപായസം കൊണ്ട് പേര് കേട്ടത്, പ്രദോഷം കൊണ്ട് പേര് കേട്ടു ഇടമലക്കാവ്. പ്രദോഷത്തിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന ഇടമായിട്ട് ഇടമലക്കാവ് മാറി. സ്വാമിയെ തേടിയെത്തുന്ന അപാലവൃന്ദം ഭക്തജനങ്ങളെയും രക്ഷിച്ചനുഗ്രഹിച്ച് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ആശ്രിത വത്സലനായ അർദ്ധനാരീശ്വര സ്വാമി. പ്രദോഷത്തിന്റെ ചടങ്ങ് ചെയ്ത് ആ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്തോ അതനുസരിച്ച് വേണം പ്രദോഷം കഴിച്ച് മുന്നോട്ട് പോകുവാൻ. എന്റെ നമ്പർ താഴെ പറയാം. എന്റെ നമ്പർ 8921118559. വാക്കുകളെ അക്ഷരമല്ലുകളായി അർദ്ധനാരീശ്വര സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശിവത്വത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശിവോകം ശിവോകം എന്റെ ശിവനെ. ഭക്തർക്ക് അനുഗ്രഹം ചെരിയുന്ന ഇടമനക്കാവ് അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാഴി ആറാട്ടുപുഴയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര വഴി ഇവിടേക്ക് എത്തിച്ചേരാം. വടക്കൻ ജില്ലയിലുള്ളവർക്ക് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ കൊട്ടാരക്കരയിലെത്തി അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. കൊട്ടാരക്കര നിന്നും ക്ഷേത്രത്തിലേക്ക് 15 കിലോമീറ്ററാണ് ദൂരം.